അതിനിടെ വലിയ രീതിയിൽ നാടകീയ സംഭവങ്ങൾ ഉണ്ടായതാണ് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം. SFI നേതാവ് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള ദില്ലി പോലീസ് നീക്കത്തിന് വീണ്ടും തിരിച്ചടി നേരിട്ടിരിക്കുന്നു. ഐഷിക്കെതിരായ ജാമ്യമില്ലാ വാറണ്ട് പട്യാല ഹൌസ് കോടതി റദ്ദാക്കി. കേസ് നവംബർ 22-ന് വീണ്ടും പരിഗണിക്കും. നേരത്തെ സമൻസ് അയച്ചിട്ടും ഹാജരാകാതിരുന്നതിന് ഐഷിക്ക് കോടതി 1000 രൂപ പിഴ ചുമത്തുകയും ചെയ്തിരുന്നു. ആദിൽ പാലോടാണ് ചേരുന്നത്. അതിൽ ഐഷിയെ സംബന്ധിച്ചിടത്തോളം, CPM-നെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ നടപടിയാണ് ഉണ്ടാകുന്നത്. ദില്ലി പോലീസ് നാടകീയമായി അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ തിരിച്ചടി. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. CJP സമരം നടന്നപ്പോഴൊക്കെയും അറസ്റ്റ് വാറണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും അറസ്റ്റ് ചെയ്യാതെ CJP സമരം കഴിഞ്ഞ് ഒത്തുതീർത്തതിന് ശേഷം പിന്തുടർന്നെത്തിയ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം CPM-ന്റെ ദേശീയ ആസ്ഥാനമായ AKG ഭവൻ ഉള്ളിൽ കയറിയാണ് ഐഷി ഘോഷിനെ കസ്റ്റഡിയിലെടുക്കാനും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ദില്ലി പോലീസ് നടത്തിയത്. അതിന് പിന്നാലെ ഇന്നലെ പട്യാല ഹൗസ് കോടതി തന്നെ ഈ ജാമ്യമില്ലാ വാറണ്ട് താൽക്കാലികമായി സ്റ്റേ ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ഐഷി നേരിട്ട് കോടതിയിൽ ഹാജരായി. ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ആണ് ഇപ്പോൾ പൂർണ്ണമായി തന്നെ ജാമ്യമില്ലാ വാറണ്ട് റദ്ദാക്കിയിരിക്കുന്നത്. നവംബർ 21-ന് വീണ്ടും കേസ് പരിഗണിക്കാൻ മാറ്റിയിട്ടുണ്ട്. സമൻസ് ലഭിച്ചിട്ടും ഹാജരാകാത്തതിൽ 1000 രൂപ പിഴ ഈടാക്കാനും കോടതി തീരുമാനിച്ചിട്ടുണ്ട്. ഏതു വിധേനയും ഐഷിയെ കസ്റ്റഡിയിലെടുക്കണം, അറസ്റ്റ് ചെയ്യണം എന്ന നിലപാടായിരുന്നു ദില്ലി പോലീസിന്. ആ ദില്ലി പോലീസിന് കനത്ത തിരിച്ചടി തന്നെയാണ് ദില്ലി പട്യാല ഹൗസ് കോടതിയിലെ വിധി എന്ന് നമുക്ക് ഉറപ്പായും പറയാൻ കഴിയും. ഇപ്പോൾ ഏതായാലും പോലീസിന്റെ നീക്കങ്ങൾക്ക് തിരിച്ചടി സംഭവിച്ചിരിക്കുന്നു. ഐഷിക്ക് ആശ്വാസമാണ്. പോലീസ് ഇനി അറസ്റ്റ് ചെയ്യുക എന്നതിലേക്ക് കടക്കാൻ കഴിയില്ല. അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ് വിനീത. ശരി.